എന്തെങ്കിലും പുതിയ കാര്യങ്ങളുണ്ട് എന്നെനിക്ക് തോന്നിയില്ല. ചിലതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ചിരിയാണുള്ളാലെ വന്നത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ വ്യത്യസ്തമായി ചില കാര്യങ്ങൾ അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ഒന്ന് ഏഷ്യാനെറ്റിന് ഞാൻ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. കൈരളി എൻ്റെ അഭിമുഖം സംപ്രേഷണം ചെയ്യുമായിരുന്നുവെങ്കിൽ ഞാൻ കൈരളിക്ക് അഭിമുഖം കൊടുക്കുമായിരുന്നു. പക്ഷെ കൈരളി ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഭിമുഖം എടുക്കില്ല എന്ന നല്ല ബോധ്യം എനിക്കുണ്ട്. കെ രാഗേഷ് പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി നൽകിയാണ് ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ സംപ്രേഷണത്തിലേക്ക് ഉന്നയിക്കും. ഏഷ്യാനെറ്റിന് കൊടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ ഫണ്ട് വിവാദം ഉയർന്നു വന്നപ്പോൾ ഏഷ്യാനെറ്റിനെതിരെ കേസ് കൊടുത്തു, മാനനഷ്ട കേസ് കൊടുത്തു എന്ന് ടി.ഐ. മധുസൂദനൻ പയ്യന്നൂരിലെ ജനങ്ങളെ ആകെ ബോധ്യപ്പെടുത്തിയതാണ്. അപ്പം അതിൻ്റെ സത്യാവസ്ഥ എന്ത് എന്നിപ്പോഴും ആളുകൾക്ക് ബോധ്യമില്ല. ആ കേസിൻ്റെ കാര്യം ഏഷ്യാനെറ്റിനും ടി.ഐ. മധുസൂദനും മാത്രമേ പറയാൻ സാധിക്കൂ. ആ അഭിമുഖത്തിൽ ഞാൻ വിനുവിനോട് ഏഷ്യാനെറ്റിനെതിരെ ടി.ഐ. മധുസൂദനൻ കൊടുത്ത കേസ് എന്തായിരുന്നു എന്ന് ചോദിച്ചു. വിനു പറഞ്ഞത് ഈ കഴിഞ്ഞ 4 വർഷമായിട്ടും ഒരു കേസും ഏഷ്യാനെറ്റിനെതിരെ ടി.ഐ. മധുസൂദനൻ നൽകിയിട്ടില്ല എന്നാണ് വിനു അതിന് നൽകിയ മറുപടി. അതാ അഭിമുഖത്തിൽ തന്നെ സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഒരു വക്കീൽ നോട്ടീസ് അയച്ചതല്ലാതെ. സ്വാഭാവികമായും മാനനഷ്ടമുണ്ടാക്കുന്നതാണ് എങ്കിൽ വക്കീൽ നോട്ടീസിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് കേസുമായി പോകേണ്ടതാണ്. കഴിഞ്ഞ 4 വർഷമായി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ ടി.ഐ. മധുസൂദനൻ തയ്യാറായിട്ടില്ല എന്നത് ഞാൻ നേരത്തെ മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. ഈ അഭിമുഖത്തിലൂടെ ജനങ്ങളെ ആ കാര്യം ബോധ്യപ്പെടുത്തുക എന്നത് കൂടി ഞാൻ ഉദ്ദേശിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ്. ഇനി ഏഷ്യാനെറ്റല്ല, വേറെ കേരളത്തിലെ കൈരളി ഒഴികെയുള്ള ഏത് ചാനൽ അഭിമുഖം നൽകിയാലും ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അഭിപ്രായ പ്രകടനം പാർട്ടിയുടെ ഭാഗത്ത് നിന്നുണ്ടാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നേയില്ല. അതാണ് ആ അഭിമുഖം നൽകിയതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ള ഒരു കാര്യം. രണ്ടാമത്, ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏരിയ സെക്രട്ടറിയെ മാറ്റിയ കാര്യം അദ്ദേഹം സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ അഭിമുഖത്തിൽ കോടിയേരിയുടെ പേര് പറഞ്ഞപ്പോൾ കോടിയേരിയെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നാണ് എം.വി. ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിന് ഞാൻ മറുപടി പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് സഖാവ് കോടിയേരിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് ഒട്ടേറെ കാര്യങ്ങൾ രാഗേഷ് സൂചിപ്പിച്ചിട്ടുള്ളത്. പയ്യന്നൂരിലെ പാർട്ടിയെ കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകാൻ വി കുഞ്ഞികൃഷ്ണന് സാധിക്കില്ല എന്ന് ഏതെങ്കിലും ഒരാൾക്ക് ആത്മനിഷ്ഠമായി തോന്നിയാൽ മതിയോ? അങ്ങനെ ഇതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ലേ? അങ്ങനെ സാധിക്കുന്നില്ലെങ്കിൽ സ്വാഭാവികമായും അത് ഏരിയ കമ്മിറ്റിയിൽ ഉന്നയിക്കണ്ടേ? ആ വിഷയം ഉന്നയിച്ച് ചർച്ച ചെയ്യണ്ടേ? കൂട്ടിയോജിപ്പിച്ച് കൊണ്ടുപോകുന്നതിൽ എന്ത് വീഴ്ചയാണ്, എന്ത് പോരായ്മയാണ് എൻ്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുള്ളത് എന്നെ ബോധ്യപ്പെടുത്തണ്ടേ? അപ്പോൾ അത്തരത്തിൽ ഒരു ചർച്ചയും ബോധ്യപ്പെടുത്തലും
ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുണ്ടായിട്ടില്ല. ചില ആളുകൾക്ക് ആത്മനിഷ്ഠമായി തോന്നി വി കുഞ്ഞികൃഷ്ണനെ ഏരിയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറ്റണം. അതവിടെ തീരുമാനിച്ച്, ജില്ലാ കേന്ദ്രത്തിൽ തീരുമാനിച്ച് ഇവിടെ വന്ന് പറയുകയായിരുന്നു. ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും ഒക്കെ രാകേഷ് വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഈ ഏരിയ സെക്രട്ടറിയെ മാറ്റാനുള്ള തീരുമാനം റിപ്പോർട്ട് ചെയ്തപ്പോൾ 21 അംഗ ഏരിയ കമ്മിറ്റിയിൽ 17 പേരും ഏരിയ സെക്രട്ടറിയെ മാറ്റാൻ പാടില്ല എന്ന് അഭിപ്രായം പറഞ്ഞവരാണ്. 21-ൽ 17 പേരും അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞിട്ട് തീരുമാനം പുനഃപരിശോധിക്കാൻ തയ്യാറായോ? പയ്യന്നൂരിൽ ഐക്യക്കുറവുണ്ട് എങ്കിൽ അതിന് അന്ന് ഏരിയ സെക്രട്ടറി ആയിരുന്ന വി കുഞ്ഞികൃഷ്ണനാണോ കാരണക്കാരൻ എന്നത് ആ കമ്മിറ്റിയെ ബോധ്യപ്പെടുത്തണ്ടേ? അങ്ങനെ ബോധ്യപ്പെടുത്തിയില്ല. ഈ വിശദീകരണവും ഈ കണക്കും അംഗീകരിക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് ആ കമ്മിറ്റിയിൽ തന്നെ എൻ്റെ നിലപാട് വിശദീകരിച്ചുകൊണ്ട് പ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിന്നത്. 8 മാസം ഞാൻ പുറത്തു നിന്നു. അവസാന നിമിഷത്തിലാണ് നേതൃത്വം എന്നെ സമീപിച്ച് ഇങ്ങനെ മാറി നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി വീണ്ടും പാർട്ടി രംഗത്തേക്ക് വന്നത് എന്ന് നേരത്തെ വിശദീകരിച്ചതാണ്. പക്ഷേ ഇവിടെ ഉൾപാർട്ടി ജനാധിപത്യത്തെക്കുറിച്ചും ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ചും രാകേഷ് പറഞ്ഞതുകൊണ്ടാണ് ആ കാര്യം സൂചിപ്പിച്ചത്. ജനാധിപത്യ കേന്ദ്രീകരണത്തെക്കുറിച്ച് ഈ ഏരിയ കമ്മിറ്റിയിൽ തന്നെ 2022-ൽ ചേർന്ന ഏരിയ കമ്മിറ്റിയിൽ തന്നെ MV ജയരാജൻ വിശദീകരിച്ചപ്പോൾ ആ കമ്മിറ്റിയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഉച്ചക്ക് 12 മണിക്ക് ഇപ്പം അർദ്ധരാത്രിയാണ് എന്ന് ജനാധിപത്യ കേന്ദ്രീകരണ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ MV ജയരാജൻ പറഞ്ഞാൽ അത് അംഗീകരിച്ചു പോകാൻ എല്ലാവരെയും കിട്ടില്ല. അതാണ് ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞ കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.